എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദൈവം കൈപിടിച്ച് ഉയർത്തുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഇവരുടെ ജീവിതത്തിൽ തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് എത്തപ്പെടുന്ന ദിവസമാണ് ഫെബ്രുവരി മാസത്തിൽ അവസാനത്തെ ആഴ്ചകളിൽ കാണാൻ പോകുന്നത്. ഇതിൻ്റെ പല അനുഭവങ്ങളും ഈ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ആരൊക്കെയാണ്, ഏതൊക്കെ നക്ഷത്ര ജാതകരാണ്, ഏതൊക്കെ രാശിക്കാരാണ് എന്നെല്ലാം ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് മനസ്സിലാക്കാം. വീഡിയോ കണ്ടു തുടങ്ങും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം മിഥുനക്കൂറിൽ പിറന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച്. മിഥുനക്കൂറുകാർക്ക് പൊതുവെ വരും ദിവസങ്ങൾ വളരെ അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട്. സ്വന്തം പ്രയത്നം കൊണ്ടും സ്നേഹിതരിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കും. ഗൃഹം മോടി പിടിപ്പിക്കാനും കല, കവിത രചന എന്നിവയിൽ പ്രാവീണ്യം ഉള്ളവർക്ക് അത് കൂടുതൽ പഠിക്കുന്നതിനും തദ്വാര നേട്ടങ്ങളും കീർത്തിയും ഉണ്ടാക്കാനും അവസരം ലഭിക്കും. സന്താനങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നല്ല തൊഴിൽ കിട്ടുന്നതിനും വിദേശവാസത്തിനും യോഗം കാണുന്നു. വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ ഈ സമയത്ത് വന്നു ചേരും. സൂര്യൻ്റെ സഹായ സ്ഥാനസ്ഥിതി, സ്ഥാനക്കയറ്റം, ഇഷ്ടദേവതാ ചൈതന്യം, നാനാ രീതിയിലുള്ള വരുമാനം എന്നിവ സമ്മാനിക്കും. ഭാഷാ പരിജ്ഞാന പരിമിതിയുള്ളവർക്ക് പരിശീലനത്തിലൂടെ വിജയം നേടാനാകും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായിട്ട് ഭവിക്കും. ദോഷപരിഹാരത്തിന് ശാസ്താവിന് നീരാജനം, ശിവന് ജലധാര, ഗണപതിക്ക് അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ മിഥുനക്കൂറുകാർ വരും ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വ്യാഴൻ്റെ സ്ഥിതി പൊതുവെ അനുകൂലമാണ്. ഒപ്പം ദൈവത്തിൻ്റെ കൃപാകടാക്ഷവും കർക്കിടകക്കൂറുകാർക്കുണ്ട്. സൂര്യനും 2-ൽ, കൂടെ ചൊവ്വയും ബുധശുക്രന്മാരും എല്ലാം അനുകൂല അവസ്ഥയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു രാശിക്കാരാണ് നിലവിൽ കർക്കിടകക്കൂറുകാർ. ഇവർക്ക് നല്ല നല്ല അവസരങ്ങൾ ഇനി വരും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇരുമ്പ്, മെഷീൻ, ഫാം ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ നാൽക്കാലികളെ വളർത്തുന്നവർക്കും സാമ്പത്തിക നേട്ടവും അഭിവൃദ്ധിയും ലഭിച്ചു തുടങ്ങും. പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് സാഹചര്യം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് സെലക്ഷൻ ലഭിക്കുന്നതിന് യോഗവും ഭാഗ്യവും ഉണ്ട്. ഭർതൃസൗഖ്യം, വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സ്വദേശത്ത് പോകുന്നതിനുള്ള അവസരം എന്നിവ കാണുന്നുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹവും തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ട് വന്നു ചേരും. കുടുംബസ്വത്തുക്കൾ കൈവരുന്നതിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവയുണ്ടാകും. വാതരക്തസംബന്ധമായ ചില അസുഖങ്ങൾ വന്നുപെടും. പൂർവികർക്ക് വേണ്ടി പുണ്യ സൽക്കർമ്മങ്ങൾ നടത്തുന്നത് ഈ കൂറുകാർക്ക് ഐശ്വര്യം നൽകും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് അർച്ചന, ദേവിക്ക് കുങ്കുമാർച്ചന, ശിവന് ജലധാര എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് വരും ദിവസങ്ങൾ എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. സൂര്യൻ്റെ അനുകൂല സ്ഥിതിയും ശുക്രനും ചൊവ്വയോടൊപ്പം സ്ഥിതി ചെയ്യുന്നതിനാൽ സന്തോഷങ്ങൾ ഒരുപാട് അനുഭവപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്. ബന്ധുക്കൾ, കുടുംബ സുഹൃത്തുക്കൾ എന്നിവരുടെ സമാഗമത്തിൽ സന്തോഷിക്കാൻ അവസരങ്ങളുണ്ട്. പുതിയ ചിന്തകൾ മനസ്സിൽ ഉരുത്തിരിയും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷാ വിജയം, എഴുത്തുകുത്തുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും നേട്ടങ്ങൾ. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. ചിലർക്ക് ഉന്നത പദവികൾ വഹിക്കുന്നതിനുള്ള അവസരം കിട്ടും. സന്താനങ്ങളെ കൊണ്ട് സുഖം, സന്തോഷം എന്നിവ ഉണ്ടാകും.
ഗൃഹനിർമ്മാണാദി കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കും. ട്രസ്റ്റ്, കമ്മിറ്റികൾ എന്നിവയിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പൊതുവെ 25 മുതൽ 65 വയസ്സ് പ്രായത്തിലുള്ളവർക്ക് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് തന്നെ ലഭിക്കും. സന്താനങ്ങളിൽ നിന്നും ഗൃഹത്തിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇടവിട്ട് തലവേദന, കഫസംബന്ധിയായ അസുഖങ്ങൾ, പനി, ചുമ തുടങ്ങിയ ഉഷ്ണരോഗങ്ങൾ ഇടവിട്ട് ശല്യം ചെയ്യാൻ സാധ്യതകൾ കൂടുതലുള്ളൊരു സമയം കൂടിയാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ജലധാര, മുരുകന് പഞ്ചാമൃത അഭിഷേകം, ഇഷ്ടദേവതാ വന്ദനം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാങ്കേതിക വിദ്യാ പഠനത്തിന് ഉത്തമകാലം. കൃഷി, വ്യവസായം എന്നിവയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ലാഭം ഈ സമയത്ത് കിട്ടും. ഊഹക്കച്ചവടം, പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ധനലാഭം പ്രതീക്ഷിച്ചു തുടങ്ങുന്ന എല്ലാ പദ്ധതികളും പ്രതീക്ഷയ്ക്കൊത്ത് ഫലപ്രാപ്തിയിൽ എത്തും. സന്താനങ്ങളിൽ നിന്നും പൂർണ്ണമായ അനുകൂല സമീപനം ഉണ്ടാകുമെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിശ്ചയിച്ച വിവാഹം അനുകൂല സ്ഥിതിയിൽ വന്നു ചേരും. കായിക രംഗത്തുള്ളവർക്ക് കാലം ഉത്തമമാണ്. പല നല്ല കാര്യങ്ങൾക്കും ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. തൽക്കാലം വ്യാപാര സംബന്ധമായും മറ്റും പണം മുടക്കാതിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് പാൽപായസം, നാഗക്ഷേത്ര ദർശനം, 100 പാലും വഴിപാടുകൾ എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. ഇനി നമുക്ക് തുലാക്കൂറിലെ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. തുലാക്കൂറിൽ കേതുവും 5 ശനിയും 7 വ്യാഴനും സർപ്പനും 11 സൂര്യനും ചൊവ്വയും ബുധനും ചിങ്ങം രാശിയിൽ വളരെ അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവാധീനം പൂർണ്ണമായിട്ടും ഇവർക്ക് ലഭിക്കും. ഗൃഹയോഗം, വാഹനയോഗം, നാൽക്കാലിയിൽ നിന്നുള്ള ലാഭം, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, ഉന്നതങ്ങളുമായിട്ടുള്ള ബന്ധം എന്നിവ ഇവർക്ക് ലഭിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ വിദേശത്തുള്ളവർക്കും ഉന്നത അധികാരത്തിൽ ഉള്ളവർക്കും കാലം അനുകൂലമായിട്ട് വരും. നാണ്യവിളകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. സഹപാഠികളിൽ നിന്നും ഗൃഹത്തിൽ നിന്നും അനുകൂല അവസ്ഥകൾ ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. അതിൽ നിന്നുള്ള നേട്ടങ്ങൾ അനുഭവവേദ്യമാകും. സ്ത്രീകൾ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മുരുകന് പഞ്ചാമൃത അഭിഷേകം, ശാസ്താവിന് നീരാജനം എന്നീ സ്വാത്വിക കർമ്മങ്ങൾ വഴി ഗുണ അനുഭവങ്ങൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി വൃശ്ചികക്കൂറിൽ പിറന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇതുവരെ നേരിട്ടിരുന്ന പല ദോഷങ്ങളും ഇനി മാറിക്കിട്ടും. ഇനിയുള്ള ദിവസം വളരെ ഉത്സാഹത്തോടെ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സുഖസന്തോഷത്തിന് മങ്ങലുകൾ ഉണ്ടാകില്ല. വാക്കും നാക്കും പിഴയ്ക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം. യൂണിഫോം ഫോഴ്സിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി അനുഭവമാകും. വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ട് അനുകൂല സമയമാണ്. പുതിയ പഠനത്തിന് യോഗവും ഉണ്ട്. ക്ഷേത്രഭരണം, ട്രസ്റ്റ്, സൊസൈറ്റി, സഹകരണ സംഘം എന്നിവകളുടെ താൽക്കാലിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. ജോലിയിൽ നിന്നും വിരമിച്ചവർ പണം മുടക്കി പുതിയ സംരംഭങ്ങൾ നടത്തുന്നതിന് മുതിരരുത്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. അവർക്ക് വിദേശവാസത്തിനും സമയം അനുകൂലമാണ്. പുരാതന തറവാടുകളിൽ ജനിച്ചവർക്ക് ഭൂമി തിരികെ ലഭിക്കും. സർക്കാർ റെക്കോർഡുകളിൽ വസ്തു പതിപ്പിച്ചു കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. കാണാതായ വിലപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കാനും യോഗമുണ്ട്. ഇവർ ദോഷപരിഹാരത്തിന് മഹാവിഷ്ണു പ്രീതി വരുത്തുക. സർപ്പദേവതകൾക്ക് 100 പാലും സമർപ്പിക്കുക. ഇനി ധനുക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വളരെ കാലമായിട്ട് പ്രതീക്ഷിക്കുന്ന സന്താന ലാഭം ഉണ്ടാകും. സാംസ്കാരിക സാമ്പത്തിക മേഖലകളിൽ സേവനത്തിന് അവസരം ലഭിക്കും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം കുറയും. ഊഹക്കച്ചവടങ്ങളിൽ നിന്നും നിക്ഷേപങ്ങളിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാതെ തന്നെ വന്നു ചേരും.
കൈമാറ്റം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ, അതെന്ത് തന്നെയായാലും, വാഹനമായാലും ഭൂമിയായാലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യാനും ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ജലസംഭരണികൾ സ്ഥാപിക്കുന്നതിനും വാസസ്ഥലം നിർമ്മിക്കുന്നതിനും വരും ദിവസങ്ങളിൽ അവസരമുണ്ടാകും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് പാൽപായസം, സർപ്പദൈവങ്ങൾക്ക് ആയില്യപൂജ എന്നിവ നടത്തി പ്രാർത്ഥിക്കുക.